ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഷവർമ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുബൂസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് നമ്മുടെ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പുറത്തായിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്ത് നമുക്കിനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ 5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കുബൂസിന് വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാവ് എടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഓവറായിട്ട് കനം കുറയ്ക്കരുത്, ഒരു ഇത്തിരി കട്ടിയിലും കൂടിയിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരത്തിയെടുത്തിട്ടുള്ള കുബൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പാടെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കരുത്. ഇതുപോലെ ചെറുതായിട്ട് ബബിൾസ് വന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ അതാ ചെറുതായിട്ട് ആ ഒരു മറിച്ചിട്ട ഭാഗം ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് പൊള്ളച്ച് വരും. അങ്ങനെ ഇതേപോലെ നമുക്ക് എല്ലാ കുബൂസും ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ ഞാൻ കുബൂസൊക്കെ ഫുള്ളായിട്ട് ചുട്ടിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുക്കുംബറാണ്. ഞാൻ പീലർ വെച്ചിട്ടൊന്ന് പീൽ ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാബേജ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മയോനൈസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മയോനൈസും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിലൊന്ന് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഫില്ലിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ജ്യൂസിയും ആയിട്ടുള്ള ഷവർമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.